ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലെഡ്ജർ ആയിരുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചോദിക്കേണ്ടതാണ്. കാരണം വിത്തൗട്ട് കൺസെപ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവന്റെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവന്റെ ഈ കൺസെപ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന +2 കൺസെപ്റ്റ് ക്ലിയറും പ്ലസ് നമ്മുടെ അടുത്തൊരു ടാലി കോഴ്സ് ഉണ്ട്, ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്യും. ഈ ടാലി കോഴ്സ് പ്ലസ് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും പിന്നെ ഈ കൺസെപ്റ്റും ടാലിയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയോ പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഗെറ്റ് എ ജോബ്. ഓക്കെ, വി ക്യാൻ ഈസിലി ഗെറ്റ് എ ജോബ്. ഓക്കെ, യെസ്. സോ അതുകൊണ്ടാണ് അക്കൗണ്ടിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് കിട്ടാൻ വേറൊരു സെക്ടറിന് എനിക്കില്ല തോന്നുന്നു. ഓക്കെ, കാരണം എവറി കമ്പനി നീഡ് അക്കൗണ്ട്. യെസ്. അപ്പൊ ലെഡ്ജർ എന്താന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ജേണലാണ്. ജേണലിന് ശേഷമാണ് നമ്മൾ ലെഡ്ജർ ചെയ്യുന്നത് അല്ലേ. യെസ്. ലെഡ്ജറിൽ നമ്മൾ പല ഫോർമാറ്റ് പറഞ്ഞു. എവറി ഫോർമാറ്റ് ഇമ്പോർട്ടൻറ്റ്. ലെഡ്ജർ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ ഫോർമാറ്റ് അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, ലെഡ്ജർ ഫോളിയോ എന്താണ്, പെർട്ടിക്കുലേഴ്സ്, ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ, ലെഡ്ജർ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടൈപ്പ് ഫോർ ലെഡ്ജർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെഡ്ജർ ഉണ്ടാവും. ഓക്കെ, യെസ്. ഈ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെഡ്ജർ ഉണ്ടാവും എങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്. അതിന് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ടിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് തരം. ഇപ്പം നമ്മൾ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഹെഡിങ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഡേറ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, പിന്നെ ജേണൽ ഫോളിയോ, പിന്നെ എമൗണ്ട്. ഈ ജേണൽ ഫോളിയോ വിട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമല്ല കേട്ടോ, കാരണം അത് ലെസ് ഇമ്പോർട്ടൻ്റ് ലെസ്. പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ തന്നെ വീണ്ടും ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, പിന്നെ ജേണൽ ഫോളിയോ, പിന്നെ എമൗണ്ട് അല്ലേ. ഇതല്ലേ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും അല്ലേ. നമ്മൾ നോക്കട്ടെ, റൈറ്റ് സൈഡിനെ ക്രെഡിറ്റും ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും. പിന്നെ ഇവിടെ ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഏതാണ് അസറ്റ്, മിഷനറി അക്കൗണ്ട് ആണെങ്കിൽ മിഷനറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പോൾ നോക്കടാ, ഞാൻ പറഞ്ഞു മെയിൻലി നമുക്ക് നോക്കിയേ, നമുക്ക് എത്ര ടൈപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇൻകം അല്ലേ, ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് അല്ല, ഇൻകത്തിൻ്റെ സെയിം ഇതിൽ വരുന്ന ഏതാ, ലയബിലിറ്റി നമ്മൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, കുറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അത് രണ്ട് സെയിം കൾച്ചർ ഉള്ളതാണ്. പിന്നെ അസറ്റ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. എക്സ്പെൻസ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതായിരുന്നില്ലടാ നമ്മളത്. അപ്പോൾ ഇത് നോക്കണം, ഇത് മൂന്നൊരു നേച്ചർ, ഇത് രണ്ടും വേറെ നേച്ചർ. യെസ്. അപ്പം നോക്കിക്കോ, ഇവിടെ എല്ലാ ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിനും അതായത് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിനും എന്ത് ബാലൻസ് ആയിരിക്കും എന്നറിയോ, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, കോമൺ ആയിട്ട് പറയാണ്. ഓക്കെ, ചില വേരിയേഷൻസ് ഉണ്ടാവാം, അത് ഞാൻ വഴി ഡിസ്കസ് ചെയ്യും. കോമൺ ആയിട്ട് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ, സെയിൽ അക്കൗണ്ട് ഉണ്ടാവില്ലേ, സെയിലിനൊരു ലെഡ്ജർ ഉണ്ടാവില്ലേ, സെയിലിന് എന്ത് ബാലൻസ് ആയിരിക്കും. അതായത് ബാലൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഒരു സെയിൽ എന്ന് പറയുമ്പോൾ സെയിലിന്റെ ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ബാലൻസ് ആണ് കൂടുതൽ ഏത് ഏരിയയിലായിരിക്കും, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഇൻകം. അപ്പോൾ ഇൻകം അക്കൗണ്ടിൻ്റെ എല്ലാം ഇൻകം എന്ന് പറയുമ്പോൾ സെയിൽ ആയാലും കമ്മീഷൻ ആയാലും ഇതൊക്കെ ഇൻകം അല്ലേ. കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ്, മറ്റേത് മറിച്ചത്, ഇങ്ങനെ വരുമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻകം ആയിട്ടുള്ള ഏത് ലെഡ്ജർ എടുത്താലും അതിന് എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് അതിന് ഡെബിറ്റിനെ അപേക്ഷിച്ച് ഏത് ബാലൻസ് കൂടുതലായിരിക്കും, ക്രെഡിറ്റ് കൂടുതലായിരിക്കും. അത് എത്ര കൂടുതലാണെന്നുള്ളതാണ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി അതുപോലെ തന്നെ ലയബിലിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള, ലോൺ എടുത്ത് തിരിച്ചു കൊടുക്കാനുള്ളത്, നമ്മൾ കടത്തിന് മേടിച്ച ആളേക്കുന്നത് അല്ലേ, നമ്മൾ പർച്ചേസ് കുറേ ആൾക്കാരേക്കുന്ന കടത്തിന് മേടിച്ചിട്ടുണ്ടാവും, അവരൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ യെസ്. അപ്പൊ അവിടെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ലയബിലിറ്റിയിലും ഓൾവേസ് എന്ത് ഇതായിരിക്കും എന്തായിരിക്കും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഏതിനേക്കാൾ കൂടുതലായിരിക്കും? ഡെബിറ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ യെസ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്യാപിറ്റലിന് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. സപ്പോസ് നോക്കട്ടെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കൂടുതലാണെങ്കിൽ എന്താ? മൈനസ് ക്യാപിറ്റൽ എന്നർത്ഥം അല്ലേ? ക്യാപിറ്റൽ 1 രൂപ ഇറക്കേണ്ടേക്കാൾ കുറവ്. അങ്ങനെ വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ പറ്റൂടാ. മിനിമം ഒരു പൈസ ഇല്ലാതെ 0 പൈസ വരെ ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ ഓക്കെ, മൈനസ് എമൗണ്ട് കൊണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡാണ് എത്ര ക്യാപിറ്റലിന് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ ക്യാപിറ്റലും ഈ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ ഡിഫറൻസ് ആണ് ആക്ച്വൽ ക്യാപിറ്റൽ, അപ്പോഴത്തെ കറണ്ട് ക്യാപിറ്റൽ എന്ന് പറയാൻ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അസറ്റും എക്സ്പെൻസും എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? അസറ്റും എക്സ്പെൻസും. ഏത് അസറ്റ് ആയാലും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ഒരു അസറ്റിന്റെ ആൾവേസ് എന്ത് കൂടുതലായിരിക്കും? ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. മനസ്സിലായോ? യെസ്. വൈ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ട് ആണല്ലോ. യെസ്. ക്യാഷ് കൂടിയാൽ നമ്മൾ എവിടെ ചെയ്യും? ഡെബിറ്റ് ചെയ്യും അല്ലെ? ക്യാഷ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നോക്കടാ, ഈ ഡെബിറ്റ് സൈഡിനേക്കാൾ ക്രെഡിറ്റ് സൈഡ് കൂടിയ എന്താ അർത്ഥം? ക്യാഷ് വന്നതിനേക്കാൾ കൂടുതലാണ് അങ്ങനെ പോയത്. അങ്ങനെ സംഭവിക്കടാ. 1000 രൂപ വന്നു, 2000 രൂപ പോയി, അങ്ങനെ ഉണ്ടാവും. കാരണം കമ്പനിന് ആകെ 1000 രൂപ ഉള്ളൂ, പിന്നെ എങ്ങനെ 2000 രൂപ കൊടുക്കുക? അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ റോങ് എൻട്രി എന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഡെബിറ്റ് സൈഡ് ആയിരിക്കും എപ്പോഴും അസറ്റ് ആണെങ്കിൽ എക്സ്പെൻസ്. പിന്നെ എക്സ്പെൻസിനൊക്കെ ക്രെഡിറ്റ് കൂടുകൂടാ? ഒരിക്കലും കൂടില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബാലൻസ് എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? ഇൻകം ലയബിലിറ്റി ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പിന്നെ ഇൻകം എക്സ്പെൻസും ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ യെസ്. ഇനി ജസ്റ്റ് അവരെ എഴുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ബാലൻസ് ഓഫ് അക്കേഴ്സ് പ്രോസസ് ഓഫ് ഫണ്ടിങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ആൻഡ് അഡർ. എന്താ ബാലൻസസ് ഉണ്ട്? ടോട്ടൽ ഡെബിറ്റ്സിന്റെയും ടോട്ടൽ ക്രെഡിറ്റ്സിന്റെയും ഡിഫറൻസ്. ഡെബിറ്റിലൊക്കെ ഒരു സൈഡിൽ കൂട്ടുക, ക്രെഡിറ്റ്സിലൊക്കെ ഒരു സൈഡിൽ കൂട്ടുക. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ബാലൻസിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാണ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, The following steps are followed by the balancing of a ledger. നമ്മുടെ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് എന്ത് ചെയ്യണം? ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ്, ടോട്ടൽ ഓഫ് ദ 2 sides ഓഫ് അക്കൗണ്ട് ഓൺ എ റഫ് ഷീറ്റ്. നമ്മൾ ഇതിലല്ല, രണ്ടും എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. രണ്ടും ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡും ബാലൻസ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ബാലൻസ് ടോട്ടൽ ചെയ്യുക. എവിടെ? റഫ് ഷീറ്റ് വേറെ ഇതിലുണ്ടോ? എന്നിട്ട് ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 sides. രണ്ട് സൈഡും നമ്മൾ ഡിഫറൻസ് എത്രയും നോക്കാം. ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ്, ദ ബാലൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഈസ് ക്രെഡിറ്റ് ബാലൻസ്. ഇവിടെ 2 തരം ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇവിടെ എന്താ പറഞ്ഞത്? ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ്. നമ്മളിവിടെ കൂട്ടിയപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരു 10,000 ഉണ്ട്, ഇവിടെ 8,000 ഉള്ളൂ. ഇവിടെ 10,000, ഇവിടെ 8,000 ഉള്ളൂ. അപ്പോൾ നോക്കടാ, ഈ ഒരു അക്കൗണ്ട്, ഇതിപ്പോൾ അസറ്റ് അക്കൗണ്ട് അല്ല, ഏതൊരു അക്കൗണ്ട്, ഇത് ഫോർ എക്സാമ്പിൾ ഇൻകം അക്കൗണ്ട് അല്ലെങ്കിൽ സെയിൽ അക്കൗണ്ടാണെന്ന് വിചാരിച്ചോ. സെയിൽ അക്കൗണ്ട്, അതിൽ 10,000 രൂപ ക്രെഡിറ്റ്. കാരണം ക്രെഡിറ്റ് എപ്പോഴും കൂടുതൽ ഏതിലൊക്കെ? സെയിൽ അക്കൗണ്ട്, ഇൻകം അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നോക്കടാ, അങ്ങനത്തെ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കടാ, if the credit side is more than the debit side, the balance calculated is credit balance. ഇതിൽ ഏത് ബാലൻസ് അപ്പോൾ കൂടുതൽ അല്ലേ? ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് പറയാം. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ എപ്പോഴും ഒരു ലെഡ്ജർ ടാലി ആക്കണം. ഓക്കെ, അപ്പോൾ നോക്കടാ, ഇവിടെ ഇപ്പോൾ ഇത് എന്താ പറയുക, സെയിൽസ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കി എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അപ്പോൾ 2,000 ഇവിടെ ആഡ് ചെയ്യും. ഉണ്ടോ? അപ്പോൾ എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആക്കും. ഇവിടെ 10,000, ഇവിടെയും 10,000. ഇതിനെ ഈ ടാലി ആക്കുക എന്ന് പറയുന്നത്. രണ്ടിടത്തും എന്തായിരിക്കണം? 10,000 ആയിരിക്കണം. ഓക്കെ, രണ്ടിടത്തുള്ള എമൗണ്ട് ഇതായിരിക്കണം. അപ്പോൾ നോക്കടാ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ ഈ ഇപ്പോൾ 2,000 രൂപ ഞാൻ ബാലൻസ് ചെയ്തല്ലോ. ഇപ്പോൾ ഇവിടെ 10,000 ഉണ്ടായിരുന്നു, 2,000 രൂപ കുറവുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായതുകൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യേണ്ടി വരണേ. അത് നിങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? ഇവിടെയാണ് 2,000 ആക്ച്വലി കൂടുതൽ. അപ്പോൾ ഇതുമായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ എവിടെ ആഡ് ചെയ്യേണ്ടി വരും? അല്ലെ? ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ബാലൻസ് ചെയ്യണമെങ്കിൽ ഏത് സൈഡ് കൊടുക്കേണ്ടി വരും? ഡെബിറ്റ് സൈഡിലൂടെ. ഡെബിറ്റ് സൈഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഏത് സൈഡിലുള്ള? ക്രെഡിറ്റ് സൈഡിലുള്ള. കാരണം കൂടുതലുള്ളടത്ത് വീണ്ടും കൊണ്ടുപോയി എമൗണ്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാലൻസ്. അപ്പോൾ ഈ ബാലൻസ് ട്രാൻസ്ഫർ എങ്ങോട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, ട്രേഡിംഗ് അക്കൗണ്ട്.
ഓക്കെ യെസ്. അപ്പം നോക്കിക്കോ എടാ, ഇത് നമുക്ക് ബാക്കി ഇതിനോട് പോവാം. ഓക്കെ, പുട്ട് ദ ഡിഫറൻസ് ഓൺ ഷോർട്ട് സൈഡ് ദ അക്കൗണ്ട് സച്ച് ദാറ്റ് ടോട്ടൽസ് ഓഫ് ടു സൈഡ്സ് ഓഫ് അക്കൗണ്ട് ആർ ഈക്വൽ. പിന്നെ അത് രണ്ടും എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. എമൗണ്ട് ഇട്ടിട്ട് ഷോർട്ടർ ഏത് സൈഡിലാണ്, എവിടെയാണ് കുറവെന്നുണ്ടെങ്കിൽ ആ കുറവ് എമൗണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം, അത് ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇഫ് ദ ഡിഫറൻസ് എമൗണ്ട് ഓൺ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഇഫ് ക്രെഡിറ്റ് സൈഡ് ഈസ് ബിഗർ ദെൻ റൈറ്റ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഓക്കെ, ഇഫ് ദ ഡിഫറൻസ് എമൗണ്ട്, ഇനി രണ്ട് തമ്മിൽ ഡിഫറൻസ് എമൗണ്ട് കൂടുതലാണ് ഏതില്, ഡിഫറൻസ് എമൗണ്ട് ഈസ് റിട്ടേൺ ഓൺ ഡെബിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ റൈറ്റ് ആസ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഓക്കെ, CD stands for carried out. Okay, if the difference written on the credit side, if the debit side is bigger, then write it as a balance carried out. Okay, so നോക്കിക്കോ, എടാ ഇത് ഇവര് നോക്കിയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാവും, ഐ നോ, പക്ഷേ ഇത് വിൽ ക്ലിയർ വെൻ വി ആർ ഡിസ്കസിങ് വിത്ത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ജേണൽ ചെയ്തു, ജേണൽ കഴിഞ്ഞിട്ടാണോ നമ്മൾ ലെഡ്ജർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ എൻട്രാണ് ഈ ബാലൻസിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളതാണ്, നമ്മൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ 3 അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാം. അതായത് ബാലൻസ് ക്യാരിഡ് ഓൺ ചെയ്യാം. വാട്ട് ഈസ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ ക്യാരിഡ് ഓൺ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അക്കൗണ്ടുകളൊക്കെ ഇപ്പം നമ്മുടെ അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും, അതായത് ഈ അസറ്റൊക്കെ അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലടാ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തേക്ക് ഈ അസറ്റൊക്കെ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, യെസ്. അപ്പം അസറ്റും ലയബിലിറ്റിയും നമ്മൾ ക്യാരിഡ് ഓൺ ചെയ്യും. പിന്നെ ഏതൊക്കെ 2 അക്കൗണ്ട്സാണ് ബാക്കിയുള്ളത്, ഇൻകം അക്കൗണ്ട്സും ഉണ്ടാവും, എക്സ്പെൻസ് അക്കൗണ്ടും ഉണ്ടാവും. ഈ ഇൻകം അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും നമ്മൾ ക്യാരിഡ് ഓൺ ചെയ്യില്ല, മനസ്സിലായോ? കാരണം ഈ ഇൻകം എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് നമ്മളതിന് പ്രോഫിറ്റ് കാണും. എന്നിട്ട് ആ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപിറ്റലിലോട് ആഡ് ചെയ്യുക, മനസ്സിലായോ? പക്ഷെ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ ക്യാരി ഡൗൺ ചെയ്യും, അടുത്ത വർഷത്തേക്ക് അതേപോലെ കൊണ്ടുപോകും. പക്ഷെ ഇൻകം എക്സ്പെൻസ് ഒന്നുമില്ല, കൊണ്ടുപോകില്ല. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാവിയിൽ ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. ഈ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന പ്രൊസീജിയർ, ലെഡ്ജർ. അപ്പോൾ ഇത് ഓക്കെ, അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും അത് ബാലൻസ് ചെയ്യാം. അതെങ്ങനെയാണ് അപ്പോൾ പറഞ്ഞുതരും. അപ്പോൾ നോക്കട്ടെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇൻകവും എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യും, നേരെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഏതൊക്കെ കൊണ്ടുപോകാൻ നോക്കിക്കോ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇൻകം എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കുറേ ഇൻകം ഉണ്ടാവും. ഇപ്പോൾ സെയിൽ ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പല 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 ഇൻകംസ് ഉണ്ടാവും അല്ലേ. എക്സ്പെൻസ് പറയുമ്പോൾ പല പല ഇൻകംസ് ഉണ്ടാവും, പർച്ചേസ്, മറ്റേത് വേജ്, അത് ഇത് സ്റ്റേഷനറി, മറ്റേത് കുറച്ച് കുറേ എന്തുണ്ടാവും, എക്സ്പെൻസസ് ഉണ്ടാവും. സോ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഏതാ കൊണ്ടുപോകണമെന്ന് അറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസ് എങ്ങോട്ട് കൊണ്ടുപോകണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ പോകുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. സോ നോക്കടാ, ഡയറക്റ്റ് ഫസ്റ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ ബിസിനസ് നടത്താമെന്ന് വിചാരിക്കുക. യെസ്. അപ്പോൾ നോക്കടാ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഡയറക്റ്റിംഗ് ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഞാനിപ്പോൾ ഒരു ട്യൂഷൻ നടത്താമെന്ന് വെച്ചാൽ ഞാനൊരു ട്യൂഷൻ നടത്തണം. സോ എനിക്ക് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എനിക്ക് ട്യൂഷൻ ഫീസ്, അതായത് അതിന് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയും. അതാണല്ലോ മെയിൻ നമ്മുടെ ഓപ്പറേഷൻ. നമ്മൾ നടത്തുന്ന ബിസിനസ് ട്യൂഷനാണ്.
ട്യൂഷൻ്റെ ഫീസ്. ഈ ട്യൂഷൻ്റെ ഫീസ് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ഇൻകം, എൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ്. അപ്പോൾ അതെന്താ ഡയറക്റ്റ് ഇൻകം. പക്ഷെ ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും, പല പല കമ്മീഷൻ, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ വല്ല കമ്മീഷനും ബിസിനസ്സിൻ്റെ പേരിൽ. യെസ്, ആ കമ്മീഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകം ഇല്ല. അങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അതർ എക്സ്പെൻസ് അല്ല അതർ ഇൻകം അങ്ങനെയൊക്കെ ആയിട്ട് വരാം. ഡയറക്റ്റ് അല്ല, നമ്മുടെ ബിസിനസ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് എന്ത് ഡയറക്റ്റ്. അതുപോലെ തന്നെ നോക്കണം. അപ്പോൾ വേറൊന്നാണ് ഇനി അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഇപ്പം ഈ ട്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കറക്റ്റ് ഇത് ഇപ്പോൾ ട്യൂഷൻ നടത്താൻ ടീച്ചേഴ്സിൻ്റെ എക്സ്പെൻസ്, ടീച്ചേഴ്സിൻ്റെ ഫീസ് അവിടെ എന്തായിട്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണാം. കാരണം വേറൊരു ഇതും ഇല്ല, മനസ്സിലായോ? യെസ്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഫംഗ്ഷൻ നടത്തി, അതൊക്കെ ഡയറക്റ്റ് ട്യൂഷനായിട്ട് കണക്റ്റ് ആണോ? ഇല്ല, ഡയറക്റ്റ് വളരെ അടുത്ത് നിൽക്കുന്ന എക്സ്പെൻസസ്. ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ്, ഇപ്പോൾ ഒരു സ്റ്റേഷനറി, ഇപ്പോൾ നമ്മൾ സ്റ്റേഷനറി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേഷനറി അവിടുത്തെ പർച്ചേസ് ഇല്ലേ, ആ സാധനങ്ങൾ മേടിക്കുക, അതെന്താണ് ഡയറക്റ്റ് എക്സ്പെൻസാണ്. പക്ഷെ ഇപ്പോൾ അവിടുത്തെ റെൻറ്റ്, അതുപോലെ തന്നെ സാലറി, ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് വഴിയെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ, എന്ത് ഇൻകം ആണെങ്കിൽ ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ നമ്മൾ അത് ഏതിലോട്ടാണ് കൊണ്ടുപോവുക? അതായത് ഇതിന് നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തെടുത്തുകൊണ്ട് പണ്ട് ജേണലിന് ലെഡ്ജർ എടുത്തു, ലെഡ്ജറിന് വേറെ ഒന്നിലോട്ട് കൊണ്ടുപോകും. യെസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ നമ്മൾ ട്രേഡിംഗ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് പോകും. ഇനി അത് ഇൻഡയറക്റ്റ് ഇൻകം ആണെങ്കിൽ അത് ഏതിലോട്ട് പോകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകും. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അത് ഏതിലോട്ട് പോകും? ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് പോകും. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ അത് ഏതിലോട്ട് പോകും? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അതുപോലെ തന്നെ അസറ്റും ലയബിലിറ്റി ക്യാപിറ്റലും നമ്മൾ ഒന്നും ചെയ്യില്ല, ബാലൻസ് ചെയ്യും. ബാലൻസ് ഫോർവേഡ് ചെയ്യും, അടുത്ത കൊല്ലത്തിലോട്ട് ഫോർവേഡ് ചെയ്യും. യെസ്. ഇനി ഞാൻ ഒന്നുകൂടെ ബാലൻസിങ് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്യാഷ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താ അക്കൗണ്ടാണ്? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും, അടുത്ത വർഷത്തിലേക്ക് കൊണ്ടുപോകും. എന്നൊക്കെ ഇവിടെ നോക്കാം. അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് ഡെബിറ്റ് ചെയ്യാം നമ്മൾ. അതുകൊണ്ട് അസറ്റ് നമ്മളെപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. സോ നമ്മുടെ ഡെബിറ്റ് കൂടുതൽ 1,02,000 ഉണ്ട്. പക്ഷേ ഇവിടെ എത്ര കുറവുണ്ട്? 35,300 ക്രെഡിറ്റ് സൈഡിൽ കുറവുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ടുള്ളത് ഈ 35,300 മനസ്സിലായി. അപ്പോൾ നമ്മളവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ ഉണ്ട്. ഈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് എഴുതിയതിൻ്റെ മീനിങ് എന്താ? ഇത് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണം. ഉണ്ടോ? അടുത്ത വർഷത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. അടുത്ത വർഷം, അടുത്ത ഒരു മാസം എപ്പോഴാണ് ബാലൻസ് ചെയ്യുന്നത്? ഉണ്ട്, അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകും ചെയ്തു 35,300. കാരണം ആ മാസം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളടുത്ത് എത്ര ക്യാഷ് ഉണ്ടാ? 35,300 ഉണ്ട്. അവിടുത്തെ അസറ്റ് അക്കൗണ്ട് കൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് കൊണ്ടുപോകണം. കാരണം ലയബിലിറ്റി അല്ലടാ, ബാധ്യത തീരൂലല്ലോ. കാരണം ഇപ്പോൾ ഈ വർഷം ഒരാൾക്ക് 100 രൂപ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ വർഷം കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം കൊടുക്കണ്ടേ? യെസ്, അതുകൊണ്ടാണ് ഇത് ലയബിലിറ്റി കൊടുക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി, മുതലാളിക്ക് കൊടുക്കാനുള്ള പൈസയാണ് എന്ത്? ക്യാപിറ്റൽ. യെസ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കടാ, ഇവിടെ 50,000 ഉണ്ട്. ഇപ്പോൾ 50,000 ബാലൻസ് ക്യാരി ഔട്ട്, അടുത്ത വർഷത്തേക്ക് അങ്ങനെയാണ് കൊണ്ടുപോകും. ബാലൻസ് ബ്രോഡ് ഔട്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതും? ബാലൻസ് ക്യാരി ഡൗൺ എന്നും. എന്നിട്ട് അടുത്ത മാസത്തിൽ നമ്മൾ ലെഡ്ജറിൽ എന്ത് എഴുതും? ബാലൻസ് ബ്രോഡ് ഔട്ട് എന്ന് എഴുതും. ഇനി അടുത്ത ബാങ്ക്. ബാങ്ക് എന്ന് പറയുന്നത് എന്താ? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഉണ്ടോ? ബാലൻസ് ക്യാരി ഡൗൺ എത്ര? 7,500. കണ്ടോ? ക്രെഡിറ്റ് സൈഡിലല്ല നമ്മൾ ബാലൻസ് ചെയ്തേ, കാരണം അത് ഏതിൻ്റെ സൈഡാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. കണ്ടോ? ബാലൻസ് ബ്രോഡ് ഔട്ട് അടുത്ത മാസം. ഫർണിച്ചർ അക്കൗണ്ട് എന്താ അക്കൗണ്ടാ? അസറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ എന്തോ അതും ബാലൻസ് ചെയ്യണം. എന്താ? അതിന് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 5,000. ഓക്കെ, അപ്പോൾ 5,000 അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയി, അല്ല അടുത്ത മാസത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ. ഇനി അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അസറ്റ് അക്കൗണ്ടാണ്. എല്ലാത്തിനെയും ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ഫ്രോഡ്, ബാലൻസ് ക്യാരി ഡൗൺ ആസ്. ഓക്കെ. ഇനിയുള്ളത് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് എന്താ? എക്സ്പെൻസ്. പർച്ചേസ് എന്താ? എക്സ്പെൻസ്. വെറും എക്സ്പെൻസ് അല്ല, എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താ എക്സ്പെൻസാ? ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പർച്ചേസ്. കാരണം പർച്ചേസ് വളരെ ക്ലോസ് റിലേറ്റഡ് അല്ലടാ, ക്ലോസ് റിലേറ്റഡ് ടു ബിസിനസ് ഓപ്പറേഷനാണ്. ബിസിനസ് ഓപ്പറേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെയിൻ ഇതാണ് എന്ത്? പർച്ചേസ്. അപ്പം പർച്ചേസ് എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ്, എക്സ്പെൻസും ഇൻകവും നമ്മൾ രണ്ടെണ്ണത്തിലോട്ടുണ്ടായി. ഞാൻ പറഞ്ഞു, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഉണ്ടോ ഇവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല എഴുതിയത്. എന്താ എഴുതിയത്? ട്രേഡിംഗ് അക്കൗണ്ട് 50,000 ഉണ്ട്. ഇവിടെ ഡെബിറ്റ് പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് സൈഡ് എപ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ, കാരണം എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ചെയ്യുക എത്ര? 50,000.
അവിടെ നിങ്ങൾ ശരിക്കും എന്താണെന്ന് അറിയോ, ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ കുറേ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുറച്ച് പോസ് ചെയ്തിട്ട് ആലോചിക്കണം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായോ. കാരണം ഇത് കൺസെപ്റ്റ് ശരിയല്ലെങ്കിൽ അക്കൗണ്ടിങ് ഒന്നും ശരിയല്ല. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് 50,000. ഓക്കെ, യെസ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് 50,000 ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതില്ല. അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയതും ഇല്ലടാ, അടുത്ത മാസത്തേക്ക് കൊണ്ടുപോയില്ല എക്സ്പെൻസ്. വൈ? അത് ഇപ്പം നമ്മൾ സെറ്റിൽ ചെയ്യണം. ആ എക്സ്പെൻസ് ഇന്ന് നമ്മൾ കൊടുത്ത് തീർക്കുക. എന്താ മീൻസ് അതിപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടുപോയി, എന്നിട്ട് ആ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ട് ക്യാപിറ്റലോട്ട് ആഡ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ക്യാരേജ് എക്സ്പെൻസാണ്. ഇതെന്ന് പറയുന്നത് നോക്കടാ, ഇതും ഡയറക്റ്റ് എക്സ്പെൻസാണ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ പർച്ചേസ് മേടിക്കുമ്പോൾ ആ സാധനങ്ങൾ എടുത്തു വെക്കാനുള്ളൊരു ചിലവുണ്ടാവില്ലേ, അതും നമ്മുടെ എന്താ പർച്ചേസിൻ്റെ കൂടെ വരണ്ട ശരിക്കും. മനസ്സിലാവും? അതുപോലെ തന്നെ വേജ് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കും. ഡയറക്റ്റ് എക്സ്പെൻസ് കമ്മിങ് ഡേയ്സ് ക്ലാസ്സസിൽ നിങ്ങൾ ഒന്നുകൂടെ ഡെപ്തിൽ മനസ്സിലാക്കും. അപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഉണ്ടോ? എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, നേരെ ക്രെഡിറ്റിലോട്ട് ഇട്ടു. യെസ്, എക്സ്പെൻസാ. കെ മൂർത്തി എന്താ അക്കൗണ്ടാ കെ മൂർത്തി? എന്താ പറയുക, ആ കെ മൂർത്തി പിന്നെ അത് സെറ്റിലായി പോയതാട്ടോ. അസറ്റ് അക്കൗണ്ടാണ്. ഓക്കെ, നമ്മുടെ അസറ്റ് ആയിരുന്നു. ആര്? കെ മൂർത്തി. അല്ല, കെ മൂർത്തി അസറ്റ് അല്ല, നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്ററാണ്, നമ്മൾ കടത്തിൽ മേടിച്ചതാണ്. പക്ഷേ കെ മൂർത്തിക്ക് നമ്മൾ 34,200 രൂപ എടുത്ത് കംപ്ലീറ്റ് സെറ്റില്ല ഉണ്ട്. അവിടെ ഒരു ബാലൻസ് ഇല്ല, രണ്ടിടത്തും 35,000. പിന്നെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ഇതാണ്. അവിടെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. 35,000. ഓക്കെ, ബാലൻസ് ഉള്ളതാണ് പ്രശ്നം. ഇനി സെയിൽസ് അക്കൗണ്ട് നോക്ക് കേട്ടോ. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഡയറക്റ്റ് ഇൻകം ആണ്. ഇൻകത്തിന് എന്ത് ബാലൻസ് ഉണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് തന്നെ ഇവിടെ കൂടുതൽ. യെസ്, പക്ഷേ ഈ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ എവിടെ ബാലൻസ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ചെയ്ത് 60,000. ഈ 60,000 എടുക്കുക. ഇതൊന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിക്ക് നമുക്ക് ഇതാക്കാം. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്? ഇത് ഡയറക്റ്റ് ഇൻകം ആണ്. സെയിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻകം. ഈ കമ്മീഷൻ ഇൻട്രസ്റ്റ് അതൊക്കെ ഇൻഡയറക്റ്റ് കേട്ടോ. ഇനി അശോക് നോക്കണം. അശോക് 28,000 രൂപയ്ക്ക് നമ്മുടെ സെയിൽസിൽ നിന്ന് കിട്ടുക. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള അശോക്. അതിൽ 20,000 തന്നു, ഈ 8,000. അപ്പോൾ ഇത് എന്താ അക്കൗണ്ടാ? അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ഒക്കെ ആയിട്ടാണ്. കാരണം ഈ 8,000 തന്നിട്ടില്ലടാ ഈ വർഷം, അല്ലെങ്കിൽ ഈ മാസം, അല്ലെങ്കിൽ അടുത്ത മാസം മേടിക്കണവൻ്റെ ഒക്കെ കൊത്തിന് കൊടുത്തിട്ടാണെങ്കിൽ. സോ ദാറ്റ്സ് വൈ വി ആർ ടു ബ്രോട്ട് ഡൗൺ. ഓക്കെ, പിന്നെ റെന്റ് അക്കൗണ്ട് എന്താ? എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഈ എക്സ്പെൻസ് ഉണ്ടോ? ഈ റെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട്. വേണ്ട, ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഏതിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ടോ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ട്രേഡിംഗ് എഴുതണോ? ബാലൻസ് ഒക്കെ ബാലൻസ് ചെയ്യുക തന്നെയാണ്. ബാലൻസ് ആൾറെഡി ബാലൻസ് വെച്ചാൽ ബാലൻസ് ചെയ്യണം, ബാലൻസ് അല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അസറ്റ് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ട്രേഡിംഗ് ആവറേജ് സ്റ്റോപ്പ് ചെയ്യണം. കാരണം അത് പ്രോഫിറ്റ് കാൽക്കുലേറ്റിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നോക്കണ ഡ്രോയിങ് അക്കൗണ്ട് എന്താ നോക്കിയാൽ ബാങ്ക് 2,500. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ പോലെയാണ്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആരെ പോലെയാണ്? ക്യാപിറ്റൽ. അപ്പോൾ നോക്കണ ബാലൻസ് ചിലപ്പോൾ അത് ബാലൻസ് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതോടുകൂടി ഏത് ഏരിയ കഴിഞ്ഞു? നമ്മുടെ ഈ ലെഡ്ജർ എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ ഇവിടെ വെച്ച് തീരുകയാണ് സുഹൃത്തുക്കളെ, വിളിച്ച് തീരുകയാണ്. അടുത്തതാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നമുക്കറിയാമല്ലോ. TMA വരുന്ന സെക്ഷനാണ് TMA. സോ എന്താ പറയുക, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്ക് ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പായിട്ട് ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളതെന്ന് അറിയോ? ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് നോക്കാം. വെയിറ്റ് 1 സെക്കൻഡ്. ഓക്കെ, ഓർമ്മയില്ലടാ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. യെസ്, അപ്പോൾ ലെഡ്ജറാണ് നമ്മൾ നോക്കിയത്. ലെഡ്ജറിൻ്റെ LG6. യെസ്, ദിസ് ഈസ് ദ ലെഡ്ജർ. എന്താണ് ലെഡ്ജർ? മീനിങ്, ടൈപ്പ് ഓർമ്മയുണ്ടോ? യെസ്, ഇതൊക്കെ കുറേ അപ്ലിക്കബിലിറ്റി ഇതാണ്. ഫീച്ചേഴ്സ് ഓഫ് ലെഡ്ജർ. ലെഡ്ജർ അക്കൗണ്ട് കണ്ടെയ്ൻസ് വേരിയസ് അക്കൗണ്ട് ഓൺ വിച്ച് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് പർച്ചേസ്. ഒരേ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ളതാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓരോരോ എന്താണ് ലെഡ്ജറിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്താണ്? ഫൈനൽ എൻട്രി ആണ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ബുക്കാണ്. ഓക്കെ, ദ ലെഡ്ജർ ആൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട്. ഏതൊക്കെ അസറ്റ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും, ക്യാപിറ്റൽ ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും, എക്സ്പെൻസ്. റവന്യൂ പറഞ്ഞാൽ ഇൻകം കേട്ടോ.
പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലെഡ്ജർ യൂട്ടിലിറ്റി, നോളേജ് ഓഫ് ബിസിനസ്, നോളേജ് ഓഫ് ബുക്ക് വാല്യൂ അസറ്റിൻ്റെ വാല്യൂ അറിയാൻ, യൂസ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ബജറ്റിംഗ് അറിയാൻ, നോളേജ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അങ്ങനെ. പിന്നെ ടൈപ്പ് ഓഫ് അസറ്റ് ലെഡ്ജർ ഉണ്ട്, ലയബിലിറ്റി ലെഡ്ജർ ഉണ്ട്, റവന്യൂ ലെഡ്ജർ ഉണ്ട്, എക്സ്പെൻസ് ലെഡ്ജർ ഉണ്ട്, ഡെപ്റ്റർ ലെഡ്ജർ ഉണ്ട്, ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്, ജനറൽ ലെഡ്ജർ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ പോസ്റ്റിംഗ് ഓഫ് ജേർണൽ ഇൻ ടു ലെഡ്ജർ, എങ്ങനെയാണ് ലെഡ്ജർ, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റെപ്പ് കാണാതെ പഠിക്കൊന്നും വേണ്ട. പിന്നെ ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്താൽ മതിടാ, നിങ്ങളിത് ഇപ്പം ആകെ 3 പേജുള്ളതാണ് പഠിക്കാൻ മതി. അപ്പോൾ ഇതിലെ തിയറീസ് ഒക്കെ ഇത് വെച്ച് പഠിക്കാം. ഏത് നമ്മുടെ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് നമ്മൾ തിയറീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയറീസ് നിങ്ങൾ ഇത് വെച്ച് പഠിക്കാം. ഓക്കെ. പക്ഷേ ബാക്കി പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, ഞാൻ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ. ദാറ്റ് ഈസ് enough to pass your exams and to create a better concept in all the topics. Okay, it will definitely help. Okay, don't be lazy and you have to do your best level. Okay, but anyway, just conclude this chapter lecture. We will start the next chapter in the coming session. Okay, so anyway, thank you all. Bye.